ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ നമ്മൾ കാണിക്കുന്നത് വളരെ നല്ല ഭാഗങ്ങൾ തന്നെയാണ്. നമ്മുടെ വിക്രമാണെങ്കിൽ സന്തോഷിന് ശ്രീകുട്ടിനെ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ നാട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ കാണാൻ പോണത്. വേദേന മേരി ചേച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ ഗീവർഗീസ് ചേട്ടന്റെ അടുത്തും ഏൽപ്പിച്ചിട്ട് നമ്മുടെ വിക്രം നേരെ പോണത് ആദ്യം പോകുന്നത് നാട്ടിലേക്കാണ്. നാട്ടിലേക്ക് എത്തിയ വിക്രത്തെ ഭയങ്കര സന്തോഷാവാട്ടോ. എത്ര നാളായി തന്റെ നാടും നാട്ടുകാരും വീട്ടുകാരെ ഒക്കെ തന്നെ കണ്ടിട്ട്. വിക്രം അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം രാത്രി 2 മണി 2:30 ആയിട്ടോ. വാതിലിന് മുട്ടുമ്പോഴേക്കും ഈ സമയത്ത് ആരാ മാഷ് വാതിലിന് മുട്ടുന്നത് എന്ന് കമല ചോദിക്കുന്നുണ്ട്. മാഷ് പറയണ്ട, ആരാന്നറിയില്ലല്ലോ, വാ നമുക്ക് പോയി വാതിൽ തുറക്കാം എന്ന് പറയാണ്. കമല വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോ പുറകു തിരിഞ്ഞ് നിൽക്കാണ് വിക്രം. വിക്രം പതുക്കെ ചിരിച്ചുകൊണ്ട് കമലയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കമല സന്തോഷം കൊണ്ട് വിക്രത്തെ കെട്ടിപ്പിടിക്കണം. മാഷേ, ദേ നമ്മുടെ മോനെത്തി എന്ന് പറയാണ്. മാഷിനും ഭയങ്കര സന്തോഷാവാണ്. രണ്ടുപേരും കൂടി വിക്രത്തിനെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുവാട്ടോ. അയ്യോ, വേദ എവിടെ എന്ന് മാഷ് ചോദിക്കുമ്പോ, ഓഹോ, അച്ഛനെ എന്നെ കാണാനല്ല തിടുക്കം, മരുമോളെ കാണാനാണല്ലേ. അയ്യോ അതല്ലടാ, നിന്റെ കൂടെ വേദ ഉണ്ടാവേണ്ടതാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അച്ഛാ, ഞാനിവിടെ താൽക്കാലികമായിട്ട് വന്നതാണ്. ഒരു ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത്. വേദ ഇപ്പോഴും ഇടുക്കി തന്നെയാണ് അച്ഛ എന്ന് പറയാണ്. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലോ അച്ഛ, അവിടെ നല്ല രസമാണ് അച്ഛ. പാവപ്പെട്ട മനുഷ്യര് മാത്രമേ അവിടെ ഉള്ളൂ. കള്ളവും ചതി ഒന്നും അറിയത്തില്ല. കുറെ തേയിലത്തോട്ടം ഉണ്ട് അവിടെ. അവിടെ കുറെ തേയില പറിക്കുന്ന ചേച്ചിമാരുടെ കൂടെ വേദയും ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് എന്ന് പറയാണ്. കമല ചോദിക്കണ്ട്, അതെന്തിനാടാ നീ അവളെ തൊഴിലുറപ്പിനെയൊക്കെ വിട്ടത്? പാവം പഠിച്ച് എവിടെ നിൽക്കേണ്ട പെണ്ണായിരുന്നു, ഇപ്പൊ തേയില പറിക്കാനായിട്ടാണോ പോണത്? അമ്മേ, ഒരു ജോലി നമ്മൾ ചെറുതായിട്ട് കാണരുത്. അതേ കമലെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരേ നാട്ടിൽ പോയാൽ അവിടുത്തെ തൊഴിൽ ചെയ്തേ പറ്റൂ എന്ന് പറയണം. വിക്രം പറയണ്ട്, ഞാനും അവിടെ ചെറിയൊരു കൂലിപ്പണിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. പിന്നെ അനിയൻകുട്ടന്റെ കാര്യം ഒന്നും തന്നെ ശരിയായിട്ടില്ലെന്ന് പറയാണ്. പിന്നെ ഞാൻ വേദന വിവാഹം കഴിക്കാൻ കാരണം ആയ 2 പേരെ അച്ഛനും അമ്മക്കും ഓർമ്മയുണ്ടോ? വിവാഹം, അത് അമ്പലത്തിൽ അന്ന് വിവാഹം നടക്കേണ്ടത് അവരുടെ ആയിരുന്നു. അവരുടെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ, ആ പൈമണിയുടെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. എന്നിട്ട് അവരുടെ വിവാഹം നിർത്തിവെച്ച് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി വലിച്ചു പറിച്ചിട്ടാണ് ഞാൻ വേദന കഴുത്തിൽ താലി ചാരിച്ചത്. കമല പറയണ്ടേ, ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ മോനെ? അതെ, അവരിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ് അച്ഛാ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടുത്തെ തേയിലത്തോട്ടത്തിലെ മാനേജറായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സന്തോഷാണ്. അയാളും ആ പെണ്ണും വളരെ വല്ലാത്തൊരു ദുരന്താവസ്ഥയിലാണ്. ആ പെണ്ണും അയാളും പിന്നെ പിരിഞ്ഞു. അയാളുടെ കാല് തന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടു. ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അയാൾ ജീവിക്കുന്നത്. ഞാൻ കാണണമല്ലേ അവരുടെ ജീവിതം ഇങ്ങനെയായത്. അതുകൊണ്ട് ഒരു പ്രായശ്ചിത്തം പോലെ എനിക്ക് സന്തോഷിന്റെ കയ്യിലേക്ക് ശ്രീനെ ഏൽപ്പിക്കണം. ശ്രീയുടെ വീട് ഇവിടെയാണല്ലോ, അതിനാണ് ഞാൻ വന്നത്. മോൻ വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷ് വിളിക്കണ്ട. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്. അപ്പൊ മാഷ് പറഞ്ഞത് നല്ല കാര്യമാടാ, നിനക്ക് വേദന കിട്ടാൻ കാരണക്കാര് അവരെയാണ്. അപ്പൊ അവരെ ആ ഒരു ജീവിതം നന്നാക്കി എടുക്കേണ്ടതുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതേച്ചാ, അവിടെ ഒരു അച്ഛനുണ്ട്, പള്ളിയിൽ അച്ഛൻ, നല്ല ഫാദറാണ്. അച്ഛനും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ നേരെ ശ്രീയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവാ. എന്തായാലും വേദക്ക് സുഖാണല്ലോ അല്ലെ? അവക്കൊരു കുഴപ്പമില്ല, സന്തോഷോട്ടിരിക്കണം. പിന്നെ ഞങ്ങളുടെ വഴക്കൊന്നും ഇപ്പൊ ഇല്ലട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീജ ചോദിക്കണ്ടേ, അല്ല വഴക്കൊന്നുമില്ലെന്ന് ഉദ്ദേശിച്ചാ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഇഷ്ടത്തിലൊക്കെ ആയോ, പ്രണയത്തിലൊക്കെ ആയോ? എന്താ നീ ചോദിക്കുന്ന ശ്രീജയെ എന്ന് കമല ചോദിക്കണ്ടേ. അപ്പൊ വിക്രം പറയണ്ടേ, ഏടത്തിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇവിടെ ആ രീതിയിലാണല്ലോ അമ്മ നടന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ആരും കൊതിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ആയിട്ടാണ് ഞാനും വേദയും ജീവിക്കുന്നത്. അത് കേൾക്കുമ്പോ നമ്മുടെ കമലക്കും അതുപോലെ തന്നെ മാഷിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അവരിപ്പോ നല്ല ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തോടെ ജീവിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ശ്രീനെ രാവിലെ തന്നെ നമ്മുടെ വിക്രം അന്വേഷിച്ചു പോകുന്നുണ്ട്. ശ്രീനെ കയ്യോടുകൂടി തന്നെ തിരിച്ചു പോകുമ്പോ നമ്മുടെ സന്തോഷിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി തന്നെയാണ് വിക്രവും ശ്രീജയും കൂടി തിരിച്ച് നമ്മുടെ വേദയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ആ സമയത്തോ വേദ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, നമ്മുടെ വേദ പ്രഗ്നന്റ് ആണ്. പ്രഗ്നൻസി ടൈം ഒന്നും കാണിക്കില്ല കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം വേദക്കും വിക്രത്തിനും ഒരു പെൺകുഞ്ഞ്, 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണിക്കും. അതായിരിക്കും ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി പോണത്. ഇതിന്റെ തമിഴ് പകർപ്പലും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. വേദ ഗർഭിണിയാവും, കുറച്ച് നാളുകൾക്ക് ശേഷം 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അതിനെയാണ് പിന്നെ കാണിക്കുന്നത്. സെയിം പോലെ തന്നെയാണ് മലയാളത്തിലും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.